നമ്മുടെ നാട്ടിൽ മഴയെല്ലാം മാറിയിട്ട് നല്ല വെയിലായിട്ടുണ്ട്. അപ്പൊ ഈ വെയിലായപ്പോഴത്തേക്കും നമുക്ക് വെള്ളത്തിന് വളരെയധികം ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സിനും അതുപോലെ തന്നെ ട്രീസിനും ഒക്കെ ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കുക എന്നത് വളരെയധികം ടാസ്ക്കാണ്. നമുക്കുള്ള വളരെയധികം കുറച്ച് വെള്ളം കൊണ്ട് ഈ പ്ലാന്റ്സിനും അതുപോലെ ഈ മരത്തിനും ഒക്കെ നമുക്ക് ആവശ്യം പോലെ വെള്ളം കൊടുക്കണം. അപ്പോൾ അതിന് നമുക്ക് ഒരേ ഒരു വഴിയേ ഉള്ളൂ, അതാണ് ഡ്രിപ്പ് ഇറിഗേഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഹൈ സ്പീഡ് ഡ്രിപ്പിംഗ് ഇറിഗേഷൻ എങ്ങനെ നമുക്ക് സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റും അതിനെപ്പറ്റിയാണ്. ഞാൻ അനീഷ് മൈക്കിൾ, M&S എഞ്ചിനീയറിംഗ് കമ്പനിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഞാനെന്നുള്ളത് ശരിക്ക് നമ്മുടെ വാഗമണിനടുത്തുള്ള ടീക്കോയി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ ഇവിടെ ഒരു പ്ലാന്റേഷൻ ഉണ്ട്. ഇവിടെ ശരിക്കും ഒരു അവക്കാഡോ പ്ലാന്റേഷൻ ആണ്. അപ്പൊ ഈ അവക്കാഡോ പ്ലാന്റേഷന്റെ അടുത്ത് തന്നെ വാഴയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ എല്ലാം ഡ്രിപ്പിംഗ് സിസ്റ്റം ചെയ്യുക, അതാണ് നമ്മുടെ ടാസ്ക്. അപ്പൊ ഈ പ്ലാന്റേഷനിലൊക്കെ വരുമ്പോൾ കസ്റ്റമറിന് പെട്ടെന്ന് തന്നെ വരിക, ഒന്ന് പമ്പ് ഓൺ ചെയ്യുക, ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ സ്പെൻഡ് ചെയ്യുക. അപ്പോൾ അപ്പോഴത്തേക്ക് ഡ്രിപ്പിംഗ് ആയി കഴിഞ്ഞാൽ കസ്റ്റമർ വളരെ ഹാപ്പി. അതാണ് കസ്റ്റമറുടെ റിക്വയർമെന്റ്. എന്നാൽ നമ്മുടെ ഡ്രിപ്പിംഗ് സിസ്റ്റം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ തീരെ ഫ്ലോ കുറഞ്ഞ അല്ലെങ്കിൽ സ്ലോ സ്പീഡ് ഡ്രിപ്പിംഗ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം പിടിക്കും. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും കസ്റ്റമറിന് വളരെയധികം ടൈം പോകും. അപ്പോൾ ഈ തോട്ടത്തിലെല്ലാം ചെയ്യുമ്പോൾ തന്നെ ഹൈ സ്പീഡാണ് എപ്പോഴും പ്രിഫറബിൾ. അതാണ് കുറച്ചുകൂടെ നല്ലത്. പെട്ടെന്ന് തന്നെ അത് നമുക്ക് വർക്ക് കഴിയുകയും ചെയ്യും. നമ്മളിവിടെ കാണുന്ന കുറച്ച് ഫിറ്റിംഗ്സ് ആണ് നമ്മളിവിടെ ഈ സൈറ്റിൽ ഡ്രിപ്പിംഗ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് 16 mm ലാറ്ററൽ പൈപ്പാണ്. 600 മൈക്രോൺസ് ഉണ്ട്, 700 മൈക്രോൺസ് ഉണ്ട്, അതുപോലെ 1200 മൈക്രോൺസ് ഉണ്ട്. ഇതിനിടയ്ക്ക് 800 മൈക്രോൺസും ഉണ്ട്. ഈ മൈക്രോൺസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ തിക്നെസ് ആണ്. മൈക്രോൺസ് കൂടുന്നതനുസരിച്ചിട്ട് ഈ ക്വാളിറ്റി കുറച്ചും കൂടെ കൂടും. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് 1200 മൈക്രോൺസ് ആണ്. അത് ഏറ്റവും ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള മോഡലാണ്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2 ഇഞ്ചിന്റെ ഹെവി ഡ്യൂട്ടി സ്ക്രീൻ ഫിൽറ്റർ ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. കാരണം ഇവിടെ നിന്ന് വരുന്ന സക്ഷൻ പോർഷൻ, അത് പമ്പ് കനാലിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. അപ്പോൾ അത് കാരണം തന്നെ ഇവിടെ പൊടി ഉറപ്പായിട്ട് ഇതിനകത്ത് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ടാപ്പിലൊക്കെ കയറി അടയാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ അത് കാരണം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സ്ക്രീൻ ഫിൽറ്റർ ആയിട്ടുള്ള 2 ഇഞ്ചിന്റെ ഹാരിഡ് ബ്രാൻഡിന്റെ ഹെവി ഡ്യൂട്ടി ഫിൽറ്ററാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഡിസ്ക് ടൈപ്പും വരും. നമ്മൾ ഇവിടുത്തെ പർപ്പസിന് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഈ സ്ക്രീൻ ഫിൽറ്റർ തന്നെയാണ് ഇവിടത്തേക്ക് ഏറ്റവും ബെസ്റ്റ്. ചെറിയ സൈറ്റുകൾ, ചെറിയ ആപ്ലിക്കേഷനുള്ള ചെറിയ സെഡിമെന്റ്സ് വരാനുള്ള ചാൻസ് ഉള്ളെങ്കിൽ ഡിസ്ക് ആയിരിക്കും നല്ലത്. ഇവിടെ നമുക്ക് ഉറപ്പായിട്ടും സ്ക്രീൻ ഫിൽറ്റർ ഉള്ള സാധനം തന്നെ ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ 2 ഇഞ്ചിന്റെ പൈപ്പിൽ ഹോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണിത്. ഇത് നമ്മുടെ ഹാൻഡ് ഡ്രില്ലർ ടൈപ്പാണ്. ഇതിന്റെ ഇലക്ട്രിക്കൽ ഡ്രില്ലറും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഹാൻഡ് ഡ്രില്ലറിൽ നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്യുക, കറക്കുക. അത് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഹാൻഡ് ഡ്രില്ലർ. ആ ഹാൻഡ് ഡ്രില്ല് ചെയ്തതിന് ശേഷം, ഹോൾ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഗ്രോമറ്റ് നമ്മൾ പ്രസ് ചെയ്ത് വെച്ചിട്ട് ഈ ഹോളിനകത്തോട്ട് ഇറക്കുകയും, അതുപോലെ തന്നെ അതിൻ്റെ ഹോസ് ജോയിന്റ് യൂണിറ്റ് ആണ്. നമ്മൾ അതിൽ നിന്ന് ഹോസ് ജോയിന്റ് കണക്ട് ചെയ്തെടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ നമുക്ക് ടാപ്പ് ചെയ്ത് വേറെ ജോയിന്റ്സ് കണക്ഷൻസ് എടുക്കുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നതാണ് ഇതിൻ്റെ ടീ. അതുപോലെ നമ്മൾ എൻഡിൽ യൂസ് ചെയ്യുന്ന ഇത് അതിൻ്റെ എൻഡ് ആപ്പാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ സ്റ്റാൻഡാണ്. ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ നമ്മുടെ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ 6 mm ടാപ്പാണ് യൂസ് ചെയ്യുന്നത്. ഡ്രിപ്പിന് പകരം യൂസ് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് 2 ഇഞ്ചിന്റെ PVC പൈപ്പാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ ലെങ്ത് നമ്മൾ 500 മീറ്റർ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ഇത് 2 ലൈനായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ 2 വാൽവ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൽ ഒരു വാൽവ് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ അവക്കാഡോ പ്ലാന്റ്, അതാണ് ഇവിടുത്തെ മെയിൻ പ്ലാന്റേഷൻ. അപ്പോൾ അവക്കാഡോ പ്ലാന്റിന് കിട്ടാൻ വേണ്ടി ഒരു വാൽവും, അടുത്ത വാൽവ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് വാഴയ്ക്കെല്ലാം വെള്ളം കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഇതിന് ഇടയ്ക്ക് തന്നെ 1-2 ചെറിയ വാൽവ് പോയിന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ 2 ഇഞ്ച് പൈപ്പില് നമുക്ക് ഇതിനകത്തൊരു ഹോൾ ചെയ്യണം. ഇത് മാനുവൽ ടൈപ്പ് 16 mm ഡ്രിൽ ബിറ്റ് ആണ്. ഇത് നമുക്ക് മാനുവലി ആണ് നമുക്ക് ഇത് ഹോൾ ചെയ്യേണ്ടത്. ആ ഹോൾ ചെയ്തതിന് ശേഷം ഈ റബ്ബർ വാഷർ, ഇതിന്റെ പേര് ഗ്രോമറ്റ് എന്നാണ്. ഈ ഗ്രോമറ്റ് വെച്ചിട്ട് നമ്മൾ ഈ ഹോളിനകത്തോട്ട് വയ്ക്കുകയും അതിൽ നിന്ന് നമ്മുടെ ഈ ഹോസ് നിപ്പിൾ വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്യുകയും ചെയ്യും. നമ്മൾ ഈ ലാറ്ററൽ പൈപ്പ് ഫിക്സ് ചെയ്യുമ്പോൾ ഇതിനകത്ത് യാതൊരു വിധമായ സോൾവെന്റോ അല്ലെങ്കിൽ ടെഫ്ലോണോ ഒന്നും തന്നെ ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഈ ലാറ്ററൽ പൈപ്പ് ഈ ഫിറ്റിംഗ്സിന്റെ ഉള്ളിലോട്ട് നല്ല ടൈറ്റ് ആയിട്ട് പ്രസ് ചെയ്ത് പിടിപ്പിക്കുക. അത് എത്ര പ്രഷർ വന്നാലും അതിന് ഊരി പോകത്തില്ല. ഒരിക്കലും നമ്മളിത് ഊരി കഴിഞ്ഞാൽ നമ്മൾ 2ാമത്തെ പ്രാവശ്യം തിരിച്ചതിൽ ഫിക്സ് ചെയ്യുമ്പോൾ അത് ഉറപ്പായിട്ട് അതിനകത്ത് ലൂസായി പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പുതിയൊരു പീസ് ആയിരിക്കും നമ്മൾ സെപ്പറേറ്റ് അതിനകത്ത് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ 16 ട്യൂബ് ഇങ്ങനെ ടാപ്പ് ചെയ്തെടുത്തതുപോലെ 2 ഇഞ്ചിന്റെ മെയിൻ ലൈനിൽ നിന്ന് നമ്മൾ ഒത്തിരി ടാപ്പുകൾ ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സൈറ്റിൽ ഏകദേശം നമ്മൾ ഒരു 60 ടാപ്പ് പോയിന്റ്സ് നമ്മൾ ഇതിന് ടാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ നമുക്കിത് കാണാം, ഫുൾ ആയിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്തിരിക്കുന്നത് കാണാം. അപ്പൊ നമ്മുടെ ഈ ബേസ് ലൈനിൽ നിന്ന് വരുന്ന ഈ 16 mm ട്യൂബിനെ നമ്മളിവിടെ കട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ടീ ഇട്ടിട്ടാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റിലോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്.
അപ്പൊ നമ്മളിവിടെ ഒരു 16 പൈപ്പില് നമ്മളൊരു T ഇട്ടിട്ടാണ് ഇങ്ങോട്ട് കണക്ഷൻ എടുത്തത്. ഈ കണക്ഷൻ എടുക്കുന്ന ട്യൂബും ഈ 16 സെയിം പൈപ്പ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. നോർമലി നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ വീഡിയോസിൽ അല്ലെങ്കിൽ നോർമലി നമ്മൾ ചെയ്യുന്നത് ഇതിൽ നിന്ന് ഒരു 6mm ഒരു ചെറിയ മൈക്രോ ട്യൂബ് എടുക്കും. ഒരു കണക്ഷൻ ഇട്ടിട്ട് മൈക്രോ ട്യൂബ് ഇട്ടിട്ട് അതിൽ നിന്ന് ഒരു 6mm ഡ്രിപ്പ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതിൽ നിന്ന് നമ്മൾ വ്യത്യസ്തമായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ 6mm ടാപ്പാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഡ്രിപ്പറിന് പകരം ടാപ്പാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അത് എന്താണെന്നുള്ള റീസൺ ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ ഈ ലൈനിൽ നമുക്ക് അങ്ങോട്ട് പോകുന്നതിനകത്ത് വേറെ 2-3 അവക്കോടെ പ്ലാന്റ്സ് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് നമ്മളൊരു T ഇട്ടിട്ട് ഇത് നമ്മളിങ്ങനെ ഒരു കുറച്ച് ദൂരം പൈപ്പ് എടുത്ത് ഇതിങ്ങനെ നമ്മുടെ ഈ പ്ലാന്റിന്റെ ചുറ്റുമായിട്ട് നമ്മളിങ്ങനെ സർക്കിൾ ചെയ്ത് വെക്കും. അതിനുശേഷം നമ്മുടെ ഈ എൻഡ് ക്യാപ്പ് എടുത്തിട്ട്, ഇതാണ് എൻഡ് ക്യാപ്പ് നമ്മൾ ഒരു ഭാഗത്തോട്ട് കയറ്റുന്നു. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇത് മടക്കുന്നു. അതിനുശേഷം നമ്മുടെ ഈ എൻഡ് ക്യാപ്പിലോട്ട് ഈ അടുത്ത ഹോളിലോട്ട് നമ്മൾ പ്രസ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുന്നു. ഇത്രേ ഉള്ളൂ. ഇതിങ്ങനെ മടങ്ങി ഇരുന്നാൽ മതി. ഇതിനകത്ത് വെള്ളം ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ബ്ലോക്ക് ആയിക്കോളും. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ വയ്ക്കുകയാണ്. എന്നിട്ട് സ്റ്റാൻഡ് എടുക്കും. എന്നിട്ട് നമ്മുടെ ഈ സ്റ്റാൻഡ് എടുത്തിട്ട് നമ്മൾ ഇതിൽ ഫിക്സ് ചെയ്യും. 16 സ്റ്റാൻഡ് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ മണ്ണിലോട്ട് ഇതിങ്ങനെ വയ്ക്കും. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് ഈ ട്യൂബ് ഇങ്ങനെ ചാടി പോകാതിരിക്കാൻ വേണ്ടിയാണ്. അത് നമ്മൾ 2 ഭാഗത്തായിട്ടും ഈ ട്യൂബ് വയ്ക്കും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ഇത് വയ്ക്കാൻ പറ്റും. നമ്മുടെ പൈപ്പ് നന്നായിട്ട് എങ്ങനെയാണോ ഫിക്സ് ആയിരിക്കുന്നത് ആ രീതിക്ക് നമ്മളത് പിടിപ്പിച്ച് ഇങ്ങനെ വയ്ക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പൊ ഇവിടത്തേക്ക് നമുക്കൊരു 3 എണ്ണം വേണം. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അപ്പൊ നമുക്കിപ്പോ ഇത് നമ്മൾ അടുത്ത് വളം ചെയ്യുന്നു അല്ലെ എന്തെങ്കിലും ഇവിടെ കിളക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ 2 പിന്നിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് ഇത് റിമൂവ് ചെയ്യാം. ഈ ഡ്രിപ്പ് ഇങ്ങോട്ട് നമുക്ക് മാറ്റിയിടാം. അതിനുശേഷം ഇവിടെ ഈസി ആയിട്ട് കിളയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് അതുപോലെ തന്നെ എടുത്ത് റീഫിറ്റ് ചെയ്യാം. ജസ്റ്റ് പിൻ ചെയ്താൽ മതി, പ്രസ് ചെയ്ത് വയ്ക്കുക, കഴിയും, പണി കഴിഞ്ഞു. അപ്പൊ അത്ര ഈസി ആയിട്ട് നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അതാണ് ഈ ഒരു സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ച 6mm ടാപ്പ്. അപ്പോൾ ഈ ടാപ്പ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഡ്രിപ്പും ഈ 6mm ടാപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ 6mm നമുക്ക് അതിൽ പൊടി സെഡിമെന്റ്സ് പോലത്തെ സാധനങ്ങൾ കയറി നമുക്ക് പീരിയോഡിക്കലി ഉടനെ നമുക്ക് അടവൊന്നും വരാൻ വഴിയില്ല. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അതിൽ അടവ് വരാൻ ചാൻസ് ഉണ്ട്. അത് ഫിൽറ്റർ വെച്ചാലും ചില സമയത്ത് അടവ് വരാറുണ്ട്. കാരണം നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന സോഴ്സ് വന്നിട്ട് പുറത്തുള്ള ഒരു സോഴ്സിൽ നിന്നാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പൊടി വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. എന്നാൽ 6mm ടാപ്പിനകത്ത് അടവ് വരാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. കാരണം ഇതൊരു വാൽവാണ്. നമുക്ക് ഇവിടെ കൂടെ നോക്കി കഴിഞ്ഞാൽ അപ്പർ സൈഡ് കാണാൻ പറ്റും. ഇൻ കേസ് ഇതിനകത്ത് ഒരു അടവ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു പിന്നിട്ട് ഒരു കുത്തിയാൽ മതി. കുത്തി കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തെങ്കിലും സെഡിമെന്റ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇത് പുറത്തോട്ട് പോകാൻ ചെയ്യാനും പറ്റും. അതുപോലെ നമുക്ക് ഇതിൽ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഫ്ലോ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ഇതിന്റെ മെയിൻ്റെനൻസിനും ഇത് കുറച്ച് ഈസിയാണ്. അത് ആ ഡ്രിപ്പിനെക്കാളും കുറച്ചും കൂടെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പൊ നമ്മൾ ഹൈ ഫ്ലോയ്ക്ക് ഹൈ ഡിസ്ചാർജ് യൂസ് ചെയ്യുന്ന എല്ലാ സ്ഥലത്തും നമ്മൾ ഈ 6mm ടാപ്പാണ് യൂസ് ചെയ്യുന്നത്. ഈ ടാപ്പ് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഈ ലാറ്ററൽ പൈപ്പിലോട്ട് നമ്മളൊരു പിന്നിട്ട് ഹോൾ ഇടണം. അതിനുശേഷം നമ്മുടെ ഈ 6mm ടാപ്പ് ഇതിനകത്തോട്ട് പിടിപ്പിക്കണം. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ടാപ്പിന്റെ വാൽവില് ഇതിന്റെ ലിവറിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇത് ഫ്ലോ കൂട്ടാനും കുറയ്ക്കാനും പറ്റും. നമ്മളെ ഡ്രിപ്പിൽ നിന്ന് എന്താണ് ഇതിന്റെ ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഡ്രിപ്പിൽ മാക്സിമം നമുക്കൊരു 50 ലിറ്റർ ടു 60 ലിറ്റർ ഒരു മണിക്കൂറിൽ അതിനകത്ത് ഫ്ലോ റേറ്റ് ഉള്ളൂ. എന്നാൽ നമ്മുടെ ടാപ്പിനകത്ത് അത് 200 മുതൽ 250 ലിറ്റർ വരെയുള്ള ഫ്ലോ റേറ്റിന് വേരിയേഷൻ ഉണ്ടാവും. അതാണ് ഈ ടാപ്പും ട്രിപ്പും തമ്മിലുള്ള ഒരു മെയിൻ ഡിഫറൻസ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് 2 HP ക്രോംപ്ടൺ മോണോ ബ്ലോക്ക് ആണ്. MBK22 എന്നാണ് മോഡൽ നെയിം. അപ്പൊ ഈ പമ്പിന് നമുക്കൊരു 2.8 ബാർ വരെ നമുക്ക് ഇതിനകത്ത് പ്രഷർ കിട്ടും. അതുപോലെ തന്നെ ഒരു 350 LPM ഒരു മിനിറ്റിൽ നമുക്ക് 350 ലിറ്ററിന്റെ ഫ്ലോ റേറ്റും കിട്ടും. ഇവിടെ നമ്മൾ 2 ഇഞ്ചിന്റെ സക്ഷൻ ഹോസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഡെലിവറി സൈസ് വന്നിട്ട് അതും 2 ഇഞ്ചാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പമ്പിന്റെ പ്രൈമിങ്ങിന് ആവശ്യമായ വെള്ളം ഒഴിക്കേണ്ട വാൽസും അതുപോലെ പ്ലംബിംഗ് ലൈൻസും എല്ലാം കംപ്ലീറ്റ് ചെയ്തു. അടുത്ത് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഫിൽറ്ററിലോട്ടാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 2 ഇഞ്ചിന്റെ സ്ക്രീൻ ഫിൽറ്ററാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ സൈറ്റില് കനാലിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. അത് കാരണം അത്യാവശ്യം നല്ല രീതിയിലുള്ള പൊടിയുണ്ട്. ഇവിടെ ഏകദേശം ഒരു 3 ആഴ്ച കൂടുമ്പോഴത്തേക്കെങ്കിലും നമ്മൾ മിനിമം ഇത് ഫിൽട്ടർ ചെയ്യേണ്ട ആവശ്യം ഉണ്ട്. അങ്ങനെ നമ്മുടെ ഇലക്ട്രിക്കൽ വർക്ക് എല്ലാം കഴിഞ്ഞു. നമ്മൾ ഇനി അതിന് ഒരു പാനൽ ബോർഡ്, കൺട്രോൾ പാനൽ ബോർഡ് വെക്കുകയാണ്. ഇത് ക്രോംപ്ടന്റെ ഒരു ഡിജിറ്റൽ പാനൽ ബോർഡാണ് വെക്കുന്നത്. ഓവർലോഡ് പ്രൊട്ടക്ഷൻസ് എല്ലാം വരുന്ന ഒരു പാനലാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഡിസ്പ്ലേ എല്ലാം വന്നിട്ട് ഇത് ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പമ്പ് എങ്ങനെയാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്?
ഒരു ഡ്രിപ്പിങ്ങിന് ആവശ്യമായ അല്ലെങ്കിൽ സ്പ്രിങ്ക്ലറിങ്ങിന് ആവശ്യമായ ഒരു പമ്പ് നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് എത്ര പ്ലാന്റ്സ് ഉണ്ട് എന്ന് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 300 പ്ലാന്റ് ഉണ്ട്. അപ്പോൾ ഒരു പ്ലാന്റിന് എത്ര ലിറ്റർ വെള്ളമാണ് ആവശ്യം? അപ്പോൾ ഒരു പ്ലാന്റിന് നമുക്ക് 20 ലിറ്ററോ അല്ലെങ്കിൽ 30 ലിറ്ററോ വേണ്ടി വരും. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ കാൽക്കുലേഷൻ എടുത്തു കഴിഞ്ഞാൽ 30 ലിറ്റർ ഇൻറ്റു 300 പ്ലാന്റ്, അപ്പോൾ 9000 ലിറ്റർ വെള്ളമാണ് നമുക്ക് ഇപ്പോൾ ഈ പ്ലാന്റിന് വേണ്ടത്. അപ്പോൾ നമ്മൾ ഫ്യൂച്ചർ കാൽക്കുലേഷൻ കൂടെ എടുക്കണം. കാരണം നമുക്ക് കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും പ്ലാന്റ് വലുതാവും. അതുപോലെ ഈ 30 ലിറ്റർ എന്നുള്ളത് നമുക്കൊരു 80 ലിറ്ററോ 100 ലിറ്ററോ ഒക്കെ ആവാം. അപ്പോൾ അത് നമ്മുടെ കൺസിഡറേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 80 ലിറ്ററാണ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ 300 പ്ലാന്റിന് ആവുന്നുണ്ടെങ്കിൽ 24,000 ലിറ്റർ വെള്ളം വേണം. അപ്പോൾ നമ്മൾ 24,000 ലിറ്റർ വെള്ളം മസ്റ്റായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ പമ്പ് സെലക്ട് ചെയ്യാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിൽ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് അതിനകത്ത് ഡിസ്ചാർജ് കുറവായിരിക്കുന്നു, അല്ലെങ്കിൽ ടൈം പീരീഡ് നമുക്ക് കൂടുതലായിട്ട് വരുന്നതും ചെയ്യും. സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പമ്പ് സെലക്ഷൻ ടൈമിൽ നമുക്ക് വേണ്ടത് ഒന്ന് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഡിസ്ചാർജ്, എത്രയാണ് വെള്ളം വേണ്ടത് എന്നുള്ള കാൽക്കുലേഷൻ. രണ്ടാമത് വേണ്ടത് അതിന് ഒരു പ്രഷർ. ഇപ്പോൾ നമ്മൾ ഡ്രിപ്പിന് ആവശ്യമായ മിനിമം പ്രഷർ എന്ന് പറയുന്നത് 2 ബാറാണ്. കുറച്ച് പ്രഷർ കൂടി 3 ബാറോ അല്ലെങ്കിൽ 4 ബാറോ പ്രഷർ കിട്ടിയെന്ന് പറഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല, നമുക്ക് അത്രത്തോളം ഫ്ലോ കൂടുതൽ കിട്ടും. അപ്പോൾ ഈ പ്രഷർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സൈറ്റിലെ ഹെഡ് മസ്റ്റായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ ചില സൈറ്റുകൾ, സപ്പോസ് ഇപ്പോൾ ഈ സൈറ്റ് നമ്മൾ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 250 മീറ്റർ പൈപ്പ് ലെങ്തിൽ അതിൻ്റെ വെർട്ടിക്കൽ ഹൈറ്റ് ഏകദേശം ഒരു 30 മീറ്ററോളം ഉണ്ട്. അപ്പോൾ ഈ 30 മീറ്ററിൻ്റെ പുറത്ത്, അതായത് 3 ബാർ പ്ലസ് നമുക്കൊരു 3 ബാർ, അതായത് 6 ബാർ പ്രഷർ നമുക്ക് മസ്റ്റായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ സൈറ്റിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഡ്രിപ്പ് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങനെ കാൽക്കുലേഷൻ ചെയ്യാതെ വരുന്ന സൈറ്റുകളിലാണ് നമുക്ക് വെള്ളം കിട്ടാതെ വരുന്നതും അല്ലെങ്കിൽ സ്പ്രിങ്ക്ലർ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എഞ്ചിനീയറിംഗ് ആണ്. ആ കാൽക്കുലേഷൻ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ സൈറ്റിൽ നമുക്ക് നല്ല സൂപ്പറായിട്ടുള്ള ഒരു പെർഫോമൻസ് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് ഇത് ഫെയിൽ ആവും. അങ്ങനെയാണ് പല സൈറ്റുകളിലും നമ്മൾ ഫെയിലായി കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ പാനൽ ഓൺ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ നമുക്ക് കറക്റ്റായിട്ട് കാണാം. ഇവിടെ വോൾട്ടേജ് വന്നിട്ട് 226 വോൾട്ട് നമുക്ക് ഇവിടെ ഉണ്ട്. അതുപോലെ 2 HP പമ്പ് നമുക്ക് ഇവിടെ എടുക്കുന്നത് 9.8 ആംസ് ആണ് ഇവിടെ കറണ്ട് എടുക്കുന്നത്. അത് കമ്പാരിറ്റീവ്ലി വളരെ കുറച്ച് ആംസ് ആണ് ക്രോംപ്ടന്റെ പമ്പ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഓൺ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ടാപ്പ് ലൈൻസ്, വാൽവ് ലൈൻ നമ്മൾ അതങ്ങ് തുറന്നു വിടും. കാരണം ഇതിനകത്ത് നമ്മൾ ഈ പൈപ്പ് ലൈൻ ചെയ്യുന്ന സമയത്തുള്ള പൊടി, പൈപ്പിലുള്ള പൊടിയും വേസ്റ്റും ഒക്കെ ഇതിനകത്ത് ഉണ്ടാവും. അത് നമ്മൾ വാൽവ് തുറന്നിട്ട് കംപ്ലീറ്റ് വെള്ളം നമ്മൾ ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഡ്രിപ്പിലോട്ട് നമ്മൾ ഈ വിടുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ പൊടിയെല്ലാം കയറിയിട്ട് ഈ ടാപ്പ് അടയാനും മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ഡ്രിപ്പിങ്ങിന് കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞതിന് ശേഷം പമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും 6 mm ഈ ടാപ്പിൽ കൂടെ നല്ല സൂപ്പർ ആയിട്ടുള്ള ഫ്ലോ നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് കിട്ടി. 10 മിനിറ്റാണ് നമ്മൾ പ്രതീക്ഷിച്ചെങ്കിലും ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ആവശ്യം പോലെ വെള്ളം കിട്ടി. കസ്റ്റമർ വളരെയധികം ഹാപ്പി ആയിരുന്നു. ഇതിന് ഒറ്റ വ്യത്യാസമുള്ളൂ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഡ്രിപ്പിൽ നിന്ന് നമ്മൾ ടാപ്പ് യൂസ് ചെയ്യുമ്പോൾ വരുന്ന ആ ഫ്ലോ റേറ്റ് ആണ് ഈ ഒരു വ്യത്യാസം നമുക്ക് കൊണ്ടുവന്നത്. ഇതിപ്പോ നമ്മൾ അവക്കാഡോയ്ക്ക് വേണ്ടി മാത്രമുള്ള വാൽവ് തുറന്നപ്പോഴാണ് ഈ ഒരു ഫ്ലോ നമ്മൾ ഇതിന്റെ കണ്ടത്. ഇതിന്റെ അടുത്ത വാൽവ് നമ്മൾ തുറക്കുന്നത് നമ്മുടെ വാഴയ്ക്ക് വേണ്ടിയുള്ള വാൽവാണ്. വാഴയ്ക്ക് തുറക്കുമ്പോൾ അതുപോലെ തന്നെ ഏകദേശം 90%, കാരണം വാഴയുടെ എണ്ണം കൂടുതലാണ്. അപ്പോൾ വാഴയ്ക്ക് നമുക്ക് ഒരു 90% പെർഫോമൻസ് ഇതിൽ കിട്ടി. അത് നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ കാണുന്ന 300ഓളം വാഴ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നനയ്ക്കാൻ പറ്റും. അപ്പോൾ അത്രയും പെർഫോമൻസ് നമ്മുടെ ഈ സിസ്റ്റത്തിനകത്തുണ്ട്. അങ്ങനെ വർക്ക് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനോടെ നമ്മൾ വന്നിരിക്കുകയായിരുന്നു. ഇതിൽ പല ആൾക്കാർക്ക് ഇതിനെ നമ്മളിപ്പോൾ ചെയ്ത വർക്കിന് പല ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അങ്ങനെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ സ്ക്രീനിൽ ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം, അല്ലെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അതിൻ്റെ കമൻറ്റ്സ് ചെയ്യാം. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും നിങ്ങളുടെ സൈറ്റുകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിലോ അല്ലെങ്കിൽ ആരെങ്കിലും റിലേറ്റീവ്സിലോ ഒക്കെ ഇങ്ങനത്തെ ഡ്രിപ്പ് ചെയ്ത് ഫെയിലായി എന്നാൽ അത് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ഉള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിത് ഉറപ്പായിട്ടും നിങ്ങളുടെ എന്ത് പ്രശ്നമാണെങ്കിലും നമുക്കത് ആ ഡ്രിപ്പിൻ്റെ ഇഷ്യൂസ് നമുക്ക് സോൾവ് ചെയ്യാനും ഇപ്പോൾ ചെയ്തേക്കുന്ന അതേ സിസ്റ്റത്തിൽ നമ്മൾ കുറച്ച് ഓൾട്രേഷൻസ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് സക്സസ് ആക്കി ചെയ്യാനും നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ആവശ്യമുള്ള ആർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പുതിയ ഡ്രിപ്പിംഗ് സിസ്റ്റം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ എവിടെയും വന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മൾ ഈ മെറ്റീരിയൽസ് എല്ലാം തന്നെ ഞങ്ങൾ
ബേസിക്കലി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. അപ്പോൾ ആ പ്രോഡക്ട്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽ ആണെങ്കിൽ ഞങ്ങൾക്ക് കിട്ടും. അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റേറ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന നമ്പർ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വർക്കിനാണ് എന്നുണ്ടെങ്കിലും പ്രോഡക്റ്റ് മാത്രമാണെന്നുണ്ടെങ്കിലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളും തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പ്രചോദനം തരുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമ്മളെ കാണുന്നതുവരേക്കും ബൈ.